വേൾഡ്സ് റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇറ്റ്സ് RH നെഗറ്റീവ്. ഇതിൽ ഈ ബ്ലഡ് ഗ്രൂപ്പാണ് റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ്. കാരണം ഇവർ യൂറോപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ബാസ്ക്യൂറീസിയൻ അവർ ടോക്കിംഗ് സ്കിൽസ് യൂറോപ്പായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയാണ്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ റെഡ് ഹെയർസ് ആണ് ആ ബ്ലഡ് ഗ്രൂപ്പുള്ളവർക്ക്. ഈ ചുമല മുടി വരുന്നത് എന്തുവാ ഒരു മ്യൂട്ടേഷനാണ്. അത് വലിയ റെയർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഡീപ്പായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പോവുകയാണെങ്കിൽ ദ ബുക്ക് ഓഫ് ഇനോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബുക്ക് ഓഫ് ഇനോക്ക് ആരാന്ന് അറിയണം. ഇനോക്ക് ഗ്രാൻഡ് ഫാദർ ഓഫ് നോവ ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബൈബിളിൽ ചാപ്റ്റർ 5 to 6 ആ ചാപ്റ്ററിലെ ഒരു ക്യാരക്ടറാണ്. ആ ഇനോക്കിനെ ആട്രിബ്യൂട്ട് ചെയ്ത ഒരു ബുക്കാണ് ദ ബുക്ക് ഓഫ് ഇനോക്ക്. അപ്പോൾ ഈ ബുക്കിൽ ഒരു മെയിൻ പാർട്ടുണ്ട്. ഈ ഫോളൻ ഏഞ്ചൽസിനെ പറ്റി പറയുന്നുണ്ട്. അവർ വാച്ചേഴ്സ് എന്ന് പറയുന്നത് കാഴ്ചക്കാർ ഹ്യൂമൻസിനുമായിട്ട് ബ്രീഡ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജെയിൻസ് ആണ് അവിടെ വരുന്നത്. ഇവരെ നെഫിലിംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജെയിൻസിനും ഈ ഏഞ്ചൽസിനൊക്കെ റെഡ് മുടിയാണ്. അപ്പോൾ ഈ യൂറോപ്പിലെ ഈ ട്രൈബ്സിൽ മാവോയി ട്രൈബ്സ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ്സ് ഉണ്ട്. അവർ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ആൾക്കാരാണ്, റെഡ് മുടിയുണ്ട്. സോ ഇത് അത്യാവശ്യം കണക്ട് ചെയ്യുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ്. അപ്പോൾ ഈ RH നെഗറ്റീവുള്ള ബ്ലഡ് ഗ്രൂപ്പ് വേണോ ഈ മനുഷ്യരാവാം, ഏലിയൻ ആവാം, ജെയിൻസ് ആവാം, ഏഞ്ചൽസ് ആവാം, എല്ലാം ഒരു പോസിബിലിറ്റിയാണ്, എല്ലാം ഒരു കോൺസ്പിറസി തിയറിയാണ്. അല്ലാണ്ട് ഇത് വലിയ കാര്യമായിട്ട് ആരും എടുക്കരുത്. വേൾഡ്സ് റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് നിങ്ങൾക്കറിയാവോ? ഇറ്റ്സ് RH നെഗറ്റീവ്. ഇതിൽ ഈ ബ്ലഡ് ഗ്രൂപ്പാണ് റയറസ്റ്റ് ബ്ലഡ് ഗ്രൂപ്പ്. കാരണം ഇവർ യൂറോപ്പിൻ്റെ ഒരു ഭാഗത്തായിട്ട് മാത്രമേ കാണത്തുള്ളൂ. ബാസ്ക്യൂറീസിയൻ അവർ ടോക്കിംഗ് സ്കിൽസ് യൂറോപ്പായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയാണ്. വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ റെഡ് ഹെയർസ് ആണ് ആ ബ്ലഡ് ഗ്രൂപ്പുള്ളവർക്ക്. ഈ ചുമല മുടി വരുന്നത് എന്തുവാ ഒരു മ്യൂട്ടേഷനാണ്. അത് വലിയ റെയർ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഡീപ്പായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി പോവുകയാണെങ്കിൽ ദ ബുക്ക് ഓഫ് ഇനോക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബുക്ക് ഓഫ് ഇനോക്ക് ആരാന്ന് അറിയണം. ഇനോക്ക് ഗ്രാൻഡ് ഫാദർ ഓഫ് നോവ ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബൈബിളിൽ ചാപ്റ്റർ 5 to 6 ആ ചാപ്റ്ററിലെ ഒരു ക്യാരക്ടറാണ്. ആ ഇനോക്കിനെ ആട്രിബ്യൂട്ട് ചെയ്ത ഒരു ബുക്കാണ് ദ ബുക്ക് ഓഫ് ഇനോക്ക്. അപ്പോൾ ഈ ബുക്കിൽ ഒരു മെയിൻ പാർട്ടുണ്ട്. ഈ ഫോളൻ ഏഞ്ചൽസിനെ പറ്റി പറയുന്നുണ്ട്. അവർ വാച്ചേഴ്സ് എന്ന് പറയുന്നത് കാഴ്ചക്കാർ ഹ്യൂമൻസിനുമായിട്ട് ബ്രീഡ് ആവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജെയിൻസ് ആണ് അവിടെ വരുന്നത്. ഇവരെ നെഫിലിംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജെയിൻസിനും ഈ ഏഞ്ചൽസിനൊക്കെ റെഡ് മുടിയാണ്. അപ്പോൾ ഈ യൂറോപ്പിലെ ഈ ട്രൈബ്സിൽ മാവോയി ട്രൈബ്സ് എന്ന് പറഞ്ഞ ഒരു ട്രൈബ്സ് ഉണ്ട്. അവർ കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ആൾക്കാരാണ്, റെഡ് മുടിയുണ്ട്. സോ ഇത് അത്യാവശ്യം കണക്ട് ചെയ്യുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ്. അപ്പോൾ ഈ RH നെഗറ്റീവുള്ള ബ്ലഡ് ഗ്രൂപ്പ് വേണോ ഈ മനുഷ്യരാവാം, ഏലിയൻ ആവാം, ജെയിൻസ് ആവാം, ഏഞ്ചൽസ് ആവാം, എല്ലാം ഒരു പോസിബിലിറ്റിയാണ്, എല്ലാം ഒരു കോൺസ്പിറസി തിയറിയാണ്. അല്ലാണ്ട് ഇത് വലിയ കാര്യമായിട്ട് ആരും എടുക്കരുത്.